നമുക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ ഇന്നത്തെ കഥയിൽ ശരണ്യയുടെ വീട്ടിൽ നിന്ന് ഷാജിയുടെ വീട്ടിലേക്ക് അലീന എത്തോടെ. ആ സമയത്ത് ഷാജിയുടെ അമ്മയും പെങ്ങളും ഷാജിയൊക്കെ അക്ഷമരായിട്ട് അലീനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അലീന വന്നു കഴിഞ്ഞപ്പോൾ ഷാജിയുടെ അമ്മ ചോദിച്ചു, അല്ല എന്താ മോളെ ഇത്ര വൈകിയത്? ഞങ്ങൾ ആകെപ്പാടെ പേടിച്ച് നിൽക്കുമായിരുന്നു പറഞ്ഞു. അല്ല നിന്നോട് സംസാരിക്കാനായിട്ട് അവൾ കൂട്ടാക്കിയെന്ന് ചോദിച്ചു. അതെ, ടെൻഷനൊന്നും അടിക്കണ്ട അമ്മേ, എനിക്കൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. ആദ്യമൊക്കെ ശരണ്യയ്ക്ക് മിണ്ടാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പിന്നെ സാരമില്ല. അവളെ ഞാൻ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. നാളെ ഞാൻ വരാമെന്നും പറഞ്ഞാൽ പോന്നേന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഷാജിയുടെ അമ്മ പറഞ്ഞു, എന്നാലും മോളുടെ ധൈര്യം ഞാൻ സംഭവിച്ചു തന്നിരിക്കുന്നു കേട്ടോ. ആരാണെങ്കിലും അങ്ങോട്ടേക്ക് ചെല്ലാൻ ഒന്ന് പേടിക്കും, പക്ഷെ മോള് ധൈര്യപൂർവ്വം അങ്ങോട്ട് ചെന്നില്ലേ, അതൊന്നും സാരമില്ലമ്മേ. പിന്നെ ഷാജി ചേട്ടാ എന്നെ വീട് വരെ ഒന്ന് കൊണ്ടേ ആക്കുമെന്ന് ചോദിച്ചു. അതിനെന്താ, ഇപ്പം തന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പിന്നീട് ഷാജിയുടെ പെങ്ങളുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അതേ മോളെ എനിക്ക് വേണ്ടി തന്ന മോളുടെ ഏറ്റവും നല്ല ഡ്രസ്സാണെന്ന് എനിക്ക് മനസ്സിലായി. ഇന്നത്തെ കാലത്ത് ആരും ഇങ്ങനെയൊന്നും തരത്തില്ല, അതിനെനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. ഇത്രയും നല്ലൊരു അയൽവക്കംകാരെയുള്ള അവർക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ നന്മയുള്ളവരാ, നല്ല മനുഷ്യരാണെന്നും എനിക്ക് മനസ്സിലായി. അപ്പോഴേക്കും ഷാജി പറഞ്ഞു, അതെ അങ്ങനെ ഓസിൽ എൻ്റെ പെങ്ങളുടെ ഡ്രസ്സ് അടിച്ച് മാറ്റാൻ ശ്രമിക്കൊന്നും വേണ്ട, അതങ്ങോട്ട് കൊണ്ടേ കൊടുത്തേക്കണം എന്ന് പറഞ്ഞു. അലീന പറഞ്ഞു, ഞാൻ കൊണ്ടാ തന്നേക്കാവേ എന്നൊക്കെ പറയണം. പിന്നെ ഷാജി പറഞ്ഞു, ബാ കയറാൻ പറഞ്ഞു. അങ്ങനെ അലീനയും കൊണ്ട് ഷാജി വീട്ടിലേക്ക് പോവുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ കോളനിയിലേക്ക് ഒരു പോലീസ് ജീപ്പ് വരുവാണ്. അതിനകത്തുനിന്ന് SI ഇറങ്ങുവാണ്. അപ്പോഴേക്കും ആകെപ്പാടെ ടെൻഷനോട് കൂടിയിട്ട് ശരണ്യയുടെ അച്ഛൻ്റെ അടുത്തേക്ക് ശരണ്യയുടെ അമ്മ വന്നു. എന്നിട്ട് പറഞ്ഞു, ഒരു പോലീസ് ജീപ്പ് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു, നീ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ അവൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും SI പറഞ്ഞു, അതെ ഇവിടെ ഉള്ളവരെയൊക്കെ ഇങ്ങോട്ടേക്ക് വിളിക്കാൻ പറഞ്ഞു. ഒടുവിൽ ശരണ്യയുടെ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അതെ വീട്ടിലുള്ളവരെല്ലാം കൂടെ വിളിക്കാനാ പറഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ്. ഈ സമയത്ത് കോളനിയിൽ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരൊക്കെ അങ്ങോട്ട് ചെന്നു. അപ്പോഴേക്കും അവർ ചോദിച്ചു, എന്താ സാറേ കാര്യം എന്ന് ചോദിച്ചു. അല്ല ഇവിടെ ഇത്രയും പേരേ ഉള്ളോ? അല്ല കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ട്, അവരൊന്നും ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, ഒരു 10-30 പേരോളം ഉണ്ടായിരുന്നല്ലോ കുറച്ച് മുമ്പ് വരെ, പിന്നെ പെട്ടെന്ന് എല്ലാവരും കൂടെ ഇവിടെ അപ്രത്യക്ഷമായെന്ന് ചോദിച്ചു. അല്ല എന്താ സാറേ കാര്യം? ഒരു പെൺകുട്ടിയെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചിട്ട് എന്താ കാര്യമെന്നോ? അപ്പോഴേക്കും അവരാകപ്പെടുന്നു ഭയന്നു. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, സാറേ ആരും മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചിട്ടൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. പിന്നെ നീയൊക്കെ എന്താടാ പറയണേ? തെളിവ് സഹിതം ഉണ്ടെന്ന് പറഞ്ഞു. കത്തിക്കാൻ ഒരുങ്ങിയില്ലെന്ന് ചോദിച്ചു. അത് കേട്ട് ഇനിയിപ്പോൾ അയാൾ പറഞ്ഞു, സാറേ അത് പിന്നെ അവൾക്കിട്ട് ഞാനൊന്ന് കൊടുത്തായിരുന്നു. ഓഹോ, അപ്പം നീ അടിച്ചെന്നുള്ള കാര്യം ഉറപ്പിച്ചില്ലേ? അതെ, ഞാൻ അവളെ ഒന്ന് അടിച്ചു സാറേ. പിന്നെ ആ സമയത്ത് അവളുടെ കൈയെ കയറി പിടിച്ച സുശീല ചേച്ചിയാ. പിന്നെ മണ്ണെണ്ണ കൊണ്ടുവന്ന് അവളുടെ ദേഹത്തേക്ക് ഒഴിച്ചത് ഗോപന. തീപ്പെട്ടി ഉരച്ചത് ഓമനക്കുട്ടനാന്ന് പറഞ്ഞു. എല്ലാവരെയും കൂടെ വിളിക്കുക, എല്ലാവരും കൂടെ ജീപ്പിലേക്ക് കയറാൻ പറഞ്ഞു. അപ്പോഴേക്കും ഒരുത്തൻ പറഞ്ഞു, സാറേ ഞാൻ അവൾക്കൊട്ടൊരു ചവിട്ട് കൊടുത്താരെന്ന് പറഞ്ഞു. എന്താണെന്ന് എൻ്റെ പേര് ആൻ്റണി, കയറടാന്ന് പറഞ്ഞു. സാറേ പത്രത്തിലൊക്കെ ഫോട്ടോ വരും. എങ്കിൽ ഞാൻ കയറാമെന്ന് പറഞ്ഞുകൊണ്ട് അവനും ചാടിക്കയറി. അങ്ങനെ കിട്ടിയവരെയൊക്കെ പിടികൂടി പോലീസ് ജീപ്പ് അങ്ങോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അലീനയും കൊണ്ട് ഷാജി കടപ്പാട്ട് വീട്ടിലേക്ക് വരുവാണ്. ആ സമയത്ത് അലീന പറഞ്ഞു, ഷാജി ചേട്ടാ ബാ ഇറങ്ങ്, ഒരു ചായ കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ചായയൊക്കെ പിന്നീട് കുടിക്കാൻ വരാം, ഇപ്പം എന്താണെങ്കിലും ഞാൻ പോവാം, എനിക്ക് വേറെ ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞു. അതിന് 5 മിനിറ്റ് പോരെ, ഒന്ന് ഇറങ്ങിയിട്ട് പോകാൻ പറഞ്ഞു. പക്ഷേ ഷാജി പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. എനിക്ക് ശരി പൈസ തരാമെന്ന് പറഞ്ഞ് അലീന പണം എടുക്കണ സമയത്ത് ഷാജി ഓട്ടോറിക്ഷ കൊണ്ട് പെട്ടെന്ന് പോയി. ഷാജി ചേട്ടാ പൈസ വേണ്ട നിൽക്കാൻ പറഞ്ഞു. അലീന പുറകെ ചെന്നെങ്കിലും ഷാജി ഓട്ടോറിക്ഷ നിർത്തിയില്ല. ഈ ഷാജി ചേട്ടൻ ഒരു കാര്യം, ഇത്ര സമയം വന്നിട്ട് പൈസ പോലും മേടിച്ചില്ലോ എന്നൊക്കെ ഓർത്തിട്ട് അലീന വിഷമത്തോടു കൂടി വീടിനകത്തേക്ക് കയറി ചെല്ലുന്നത്. പിന്നീട് അലീന അകത്തേക്ക് കയറി വരുമ്പോൾ ഭവിത അവിടെ ചായയൊക്കെ കുടിച്ചോണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ബാലേന്ദ്രൻ ചോദിച്ചു, അല്ല മോളെ ഇതേത് ഡ്രസ്സാ? നിന്റെ മുഖമൊക്കെ എന്താ വല്ലാതിരിക്കുന്നേ? അവർ നിന്നെ ഉപദ്രവിക്കാൻ മറ്റോ ചെയ്തോന്ന് ചോദിച്ചു. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അച്ഛാ. പിന്നെന്താ, നിന്റെ ആറ് ഡ്രസ്സ് വാങ്ങിച്ചിട്ടാ നീ പോന്നിരിക്കുന്നത്? ഇത് ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ടല്ല നീ പോയെന്ന് പറഞ്ഞു. അത് പിന്നെ അച്ഛാ ഞാൻ അതെ, അല്ല നീ അവിടെ ചെന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല അച്ഛാ. ശരണ്യയെ കണ്ടു, ആ കുട്ടിയെ ഞാൻ ആശ്വസിപ്പിച്ചു, വീണ്ടും വരാമെന്നും പറഞ്ഞിട്ടാണ് ഞാൻ പോന്നിരിക്കുന്നു പറഞ്ഞു. അല്ല അതൊന്നും അല്ല എനിക്ക് അറിയണ്ടേ, അവിടെ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്, എന്താന്ന് പറ അച്ഛാ. പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല, നീ കൂടുതൽ വർത്താനമൊന്നും പറയണ്ട, സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ഒടുവിൽ അലീന കാര്യങ്ങൾ തുറന്നു പറയണേ. താൻ അവിടേക്ക് ചെന്നതും കോവനും ഓമനക്കുട്ടനും ഒക്കെ മണ്ണെണ്ണജാറായിട്ട് വന്നതും എല്ലാവരും കൂടി തൻ്റെ തലവഴി മണ്ണെണ്ണ ഒഴിച്ചതും കത്തിക്കാൻ ഒരുങ്ങിയപ്പം ഷാജി വന്ന് രക്ഷിച്ചു. പിന്നീട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതും ശരണ്യയെ കണ്ടത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ ചോദിച്ചു, പിന്നെ നീ എന്ത് കാണാനാ വീണ്ടും അങ്ങോട്ടേക്ക് പോയത്?
നിനക്കെന്താ തലയ്ക്ക് വല്ല ഓളം ഉണ്ടായിരുന്നോ? നീ എന്തൊക്കെയാ അലീനയെ കാണിച്ചു കൂട്ടണേന്ന് ചോദിച്ചു. അച്ഛാ, എനിക്ക് അവളെ കാണണമായിരുന്നു, സംസാരിക്കണമായിരുന്നു. കാണണം, സംസാരിക്കണം പോലും. ഒരു നിമിഷം എന്തേലും സംഭവിച്ചു പോയായിരുന്നെങ്കിലോ, ആ ചെക്കൻ ആ തീപ്പെട്ടിക്കുള്ളി കുറച്ചത് എൻ്റെ ദേഹത്തേക്ക് ഇട്ടായിരുന്നെങ്കിലോ, നീ അവിടെ നിന്ന് കത്തിയാനം. ശരണയുടെക്കും കുടുംബത്തിനും കുറച്ച് വെളിച്ചം കിട്ടിയാനെന്ന് പറഞ്ഞു. അച്ഛാ, അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ, കത്തിച്ചില്ല പോലും. കൃത്യസമയത്ത് ആ ഷാജി അങ്ങോട്ടേക്ക് വന്നിട്ടല്ലേ? അല്ലായിരുന്നെങ്കിലോ, നീ അതിനെക്കുറിച്ച് എന്തേലും ചിന്തിച്ചോ? നീ എന്താ അലീന ഒരു വീണ്ടും വിചാരം ഇല്ലാതെ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നേ? അച്ഛൻ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക. പിന്നെ ധൈര്യമായിട്ടിരിക്കാനാ. അപ്പോഴേക്കും അലീന പറഞ്ഞു, അച്ഛാ, ഞാൻ ഒന്നുകൂടെ പോയി ഒന്ന് കുളിക്കട്ടെ, ദേഹത്തെ മണ്ണ് ശരിക്കും മാറിയിട്ടൊന്നുമില്ല, ഒന്നുകൂടെ പോയി കുളിച്ചിട്ട് വരാമെന്നും പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകണം. ബാലേന്ദ്രൻ ആകെപ്പാടെ ടെൻഷനായി. എന്ത് ചെയ്യണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ കടപ്പാട്ട് വീട്ടിലേക്ക് ഒരു പോലീസ് ജീപ്പ് വന്നിരിക്കുകയാണ്. അതിൻ്റെ അകത്തുനിന്ന് എസ്ഐയും കൂട്ട് ഇറങ്ങി. ആ സമയത്ത് ജനലിൽ കൂടെ അലീന ഇത് കണ്ടു. അലീനയോർത്ത് എന്തിനായിരിക്കും പോലും ഇവർ വന്നേ എന്നൊരു ചിന്തയുണ്ട്. അപ്പോഴേക്കും എസ്ഐ വന്നിട്ട് കോളിംഗ് ബെൽ അടിക്കുകയാണ്. ആ സമയം ബാലേന്ദ്രൻ പോയി കഥ തുറന്നു. എസ്ഐ കണ്ടു കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ ചോദിച്ചു, എന്താ സാറേ, അറസ്റ്റാണോ വാറൻ്റാണോ, എന്താ കാര്യം, എന്താ വന്നേന്നൊക്കെ ചോദിച്ചു. അതിനൊന്നും അല്ല ഞങ്ങൾ വന്നേന്ന് പറഞ്ഞു. ചില വിവരങ്ങളൊക്കെ ചോദിച്ചറിയാൻ വേണ്ടിയാണ് വന്നേന്ന് പറഞ്ഞു. അല്ല, ആ അലീന എന്ന് പറയുന്ന പെണ്ണില്ലേ എവിടെയെന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. ഉണ്ടെന്ന് ഉറപ്പാണല്ലോ അല്ലേ? എന്താ സാറേ അങ്ങനെ ഒരു ചോദ്യം? അവൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവളോട് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയേണ്ടതുണ്ടെന്ന് പറഞ്ഞു. അവളെ വിളിക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും ബാലേന്ദ്രൻ അവരെ നോക്കി. ആ സമയം എസ് ഐ പറഞ്ഞു, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അവളുടെ മേലെ ഞങ്ങൾ കേസ് ചാർജ് ചെയ്യാൻ വന്നിരിക്കുന്നൊന്നും അല്ലാന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ പറഞ്ഞു, അകത്തേക്ക് കയറി വരാൻ പറഞ്ഞു. അങ്ങനെ ഹാളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അലീനയെ വിളിക്കുകയാണ്. അലീനയെ വിളിച്ചു കഴിഞ്ഞപ്പോൾ എന്താ അച്ഛാന്ന് ചോദിച്ചുകൊണ്ട് അലീന അങ്ങോട്ട് വന്നു. ആ സമയത്ത് ബാലേന്ദ്രൻ എസ് ഐനെ നോക്കി. ബാലേന്ദ്രൻ പിന്നീട് പറഞ്ഞു, അവളെന്നെ അച്ഛാന്നാ വിളിക്കണേന്ന് പറഞ്ഞു. അങ്ങനെ അലീന വന്നിട്ട് ചോദിച്ചു, എന്താ വെച്ചാൽ കാര്യം? അതെ, ഇവർക്ക് എന്തൊക്കെയോ ചോദിച്ചു മനസ്സിലാക്കാനുണ്ടെന്ന്. അപ്പോഴേക്കും അലീന അവരെ നോക്കി. ഈ സമയം എസ് ഐ പറഞ്ഞു, അല്ല, നീ ഇന്ന് ആ കോളനി പോയായിരുന്നോ? പോയിരുന്നു സാർ. എന്തിനാ പോയത്? ഞാൻ ശരണ്യയെ കാണാൻ പോയതാ. ശരണ്യയെ കണ്ടൊന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവൾക്ക് ധൈര്യം പകരാൻ വേണ്ടി പോയതെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ എന്താ സംഭവിച്ചത്? കുറെ ആൾക്കാർ ചേർന്ന് നിന്നെ തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചില്ലേന്ന് ചോദിച്ചു. അത് പിന്നെ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താ സാറേ. ഞാൻ ആ ശരണ്യയുടെ വീട്ടിൽ ചെന്ന് ശരണ്യയുടെ കുടുംബക്കാരെ സ്വാധീനിക്കുന്നത് തെറ്റിദ്ധരിച്ച. ശരിക്കും അതിനു വേണ്ടി തന്നെയല്ലേ നീ പോയത്? ഒരിക്കലും അല്ല സാറേ. ഞാൻ പറഞ്ഞല്ലോ, ശരണ്യെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണം. അവള് പഴയതുപോലെ തന്നെ പഴയപടി തന്നെ അങ്ങനെ ഒരു പെൺകുട്ടിയായിരിക്കണം. അവള് സ്കൂളിലൊക്കെ പോയി തുടങ്ങണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടേക്ക് പോയെന്ന് പറഞ്ഞു. അല്ലാതെ സ്വാധീനിക്കാൻ വേണ്ടിയൊന്നും അല്ലാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എസ് ഐ പറഞ്ഞു, പിന്നെ നിന്നെ തീ കൊളുത്തി ശ്രമിക്കാൻ നിന്നെ മണ്ണെണ്ണ ഒഴിച്ച് കൊല്ലാൻ ശ്രമിച്ച കുറേ പ്രതികളുണ്ടല്ലോ, അവരെ ഞങ്ങൾ പിടികൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അവർ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. തെളിവ് സാധ്യത എല്ലാം കിട്ടിയിരിക്കണേ. അതുകൊണ്ട് പിടികൂടാനായിട്ട് എളുപ്പമായിരുന്നു പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു കംപ്ലൈൻറ്റ് എഴുതാം, അവരെ അകത്താക്കണം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, സാറേ എനിക്ക് പരാതിയില്ല. പരാതിയില്ലെന്നോ? അത് സാറേ, എനിക്കൊരു പരാതിയില്ല. സാർ അവരെ വിട്ടയച്ചേരെ. നിനക്കെന്താ തലയ്ക്കെന്താ വല്ല ഓളം ഉണ്ടോന്നൊക്കെ എസ് ഐ ചോദിക്കണം. നിന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ച അവരെ. ആയിക്കോട്ടെ സാറേ, പക്ഷേ എങ്കിൽ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായി. ഞാൻ ആ വീട്ടുകാരുള്ളവരെ സ്വാധീനിക്കാൻ ചെന്നെന്ന്. അതിൻ്റെ പേരിൽ അവർ ചെയ്ത അവരെയും കുറ്റം പറയാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് പരാതി ഇല്ലാത്ത അവരോട് ഞാൻ എപ്പോഴേ ക്ഷമിച്ചു കഴിഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് എസ് ഐ പറഞ്ഞു, ഓഹോ, അപ്പം നീ ആളെ കളിയാക്കുവാണോ? ഇപ്പം ഞങ്ങൾ എന്ത് ചെയ്യണേ? അവരെ ഞങ്ങൾ പിടികൂടിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം അവരുടെ മുന്നിൽ ഞങ്ങൾ നാണം കെടണം അല്ലേന്ന് ചോദിച്ചു. അലീന പറഞ്ഞ്, നാണം കെടേണ്ട കാര്യമൊന്നുമില്ല സാറേ, അവരോട് ചെന്ന് പറഞ്ഞാൽ മതി. അലീനയ്ക്ക് പരാതി ഇല്ലാത്തതിൻ്റെ പേരിൽ നിങ്ങളെ വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് സാറിന് ഒരു ദോഷം ഉണ്ടാകാൻ പോകുന്നില്ല. സാറിനോടുള്ള ദേഷ്യം എന്നോടുള്ള ദേഷ്യമല്ല, അവരുടെ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അവരെ വിട്ടയച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് കിട്ടിഞ്ഞപ്പോൾ എസ് ഐ അലീനയെ നോക്കണം. അലീന പറഞ്ഞു, സാറേ, ഞാൻ ശരണ്യയുടെ വീട്ടിൽ പോയിട്ടുണ്ട്. പക്ഷെ ഇനിയും പോവും. അവളെ ജീവിതത്തിലേക്ക് എനിക്ക് മടക്കി കൊണ്ടുവന്നേ മതിയാവുള്ളൂ. എനിക്കിനി ആ കോളനിയിലേക്ക് ചെല്ലേണ്ടതാ. ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ ആൾക്കാർ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പറഞ്ഞ് എനിക്ക് പരാതി ഇല്ല എന്ന് പറഞ്ഞ് അവരെല്ലാം പെട്ടെന്ന് തന്നെ പറഞ്ഞു കൊണ്ടുവന്ന് പറഞ്ഞു. ആ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു, അവൾക്ക് പരാതി ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും സാറിന് ചോദിച്ചു. എസ് ഐ അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ബാലേന്ദ്രനെ അങ്ങോട്ട് വിളിച്ചു. ബാലേന്ദ്രൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പറഞ്ഞു, അതെ, ആ പെണ്ണിന് എന്തോ തലയ്ക്ക് ഓളമുണ്ട്. അവളെ എത്രയും പെട്ടെന്നൊരു ഹോസ്പിറ്റലിൽ ആക്കാൻ നോക്ക്, അല്ലെങ്കിൽ അവൾ ഇങ്ങനെയൊന്നും പറയില്ല എന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അവളുടെ തലയിലെ ഓളം അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, നിങ്ങൾ കൂടുതൽ അവളെ ചികിത്സിക്കാനൊന്നും വരണ്ടെന്ന് പറഞ്ഞു. പിന്നീട് എസ് ഐയും കൂട്ടം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട്
വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.